അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. നീ അറിഞ്ഞോ, സായിപ്പോപ്പിക്ക് ഇപ്പോൾ 100K അടിച്ചു. അപ്പോൾ തന്നെ ഞാൻ എന്റെ ഉപ്പാന്റെ അക്കൗണ്ടിൽ നിന്ന് 1000 രൂപ സൂപ്പർ ചാറ്റായി ജിപേ ചെയ്തു കൊടുത്തു. എന്റെ ഒരു ഭാഗ്യം. അവൻ എനിക്ക് റിപ്ലൈയും തന്നു. താങ്ക്സ് ഞാൻ പോ എന്നാണ് അവൻ എനിക്ക് റിപ്ലൈ തന്നത്. നിന്റെ ഉപ്പ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലടാ. നിന്റെ ഉപ്പയ്ക്ക് എന്താണ് പണി എന്ന് നിനക്കറിയാമോ? എന്റെ ഉപ്പ അങ്ങ് ദുബായിലല്ലേ. നിന്റെ ഉപ്പയ്ക്ക് അവിടെ പണം കായ്ക്കുന്ന എത്ര മരമുണ്ട്? ആക്കിയതാണല്ലേ. അല്ലടാ, അച്ചാറിട്ടതാ. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നീ ആ പൈസ പള്ളിയിലേക്കോ പാവങ്ങൾക്കോ കൊടുത്തിരുന്നെങ്കിൽ എത്ര പ്രതിഫലം കിട്ടുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ്. നല്ലതിന് ചിലവാക്കുമ്പോൾ നിന്നെ പോലെയുള്ളവർക്ക് കടവും ബുദ്ധിമുട്ടുമായിരിക്കും. അതാണ്, പള്ളിക്ക് ചിലവാക്കുമ്പോൾ ഒരു വൈകില്ല. 100 രൂപ കൊടുത്താലും വലുതായി തോന്നും. പള്ളിക്കാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും മാതാപിതാക്കളോട് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. അതെന്താണ് അങ്ങനെ? കാരണം അവരുടെ പൈസയാണ്. മാത്രമല്ല 10 രൂപ കൊടുക്കേണ്ട സ്ഥലവും 1000 രൂപ കൊടുക്കേണ്ട സ്ഥലവും അറിയാനുള്ള പ്രായമായിട്ടില്ല. അല്ലടാ, അതൊക്കെ പോട്ടെ. നീ എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നിന്നെ പോലെയുള്ളവർ എപ്പോഴും ഫോൺ കളിച്ചു നടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവരും അങ്ങനെയാണെന്ന് തോന്നലാണ്. മനസ്സിലായില്ല. നീ പബ്ജിയും തൊപ്പിയുടെ ലൈവ് സ്ട്രീമും കണ്ട് സമയവും സമ്പത്തും കളയുന്നു. അല്ലാതെ പിന്നെ ഫോൺ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അതല്ലേ ഒരു ലഹരി. ഞാൻ ഫോണിലൂടെ AI ടൂൾ ഉപയോഗിച്ച് ഇസ്ലാമിക റീലുകളും മറ്റും നിർമ്മിക്കുന്നു. അത് കാരണത്താൽ ജനങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും കഴിയുന്നു. നിനക്കും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? എന്തൊക്കെയായാലും തൊപ്പിയുടെ ലൈവ് സ്ട്രീം കാണുന്നതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഇനിയെങ്കിലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി നീ നല്ലൊരു മുഅ്മിനായി ജീവിക്കാൻ നോക്ക്. ശരിയാണ്, നീ പറഞ്ഞതിലും കുറെ കാര്യങ്ങളുണ്ട്. ഞാനിനി നല്ലൊരു മുഅ്മിനായി മാറാം. അസ്സലാമു അലൈക്കും. എന്നാലായിക്കോട്ടെ. വഅലൈക്കും അസ്സലാം.